എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റും അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് അതുപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള 3 കോഴ്സുകൾ ആഡ് ചെയ്യാനുള്ള സൗകര്യം എന്നിവ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ ഈ ഒരു ഓപ്ഷൻസ് അതായത് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് റീ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്കാവും വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഈ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും താല്പര്യമില്ലാത്ത കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആ ഒരു സീറ്റ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ആ ഒരു സീറ്റ് തന്നെ മതി, ഇനി ഹയർ ഓപ്ഷൻസും വേണ്ട എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഹയർ ഓപ്ഷൻസൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ അടുത്ത അലോട്ട്മെൻറ്റിൽ നിലവിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഫസ്റ്റിലോ കിട്ടിയിട്ടുണ്ട്. ഹയർ ഓപ്ഷൻസ് വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിലനിർത്താം. അതുപോലെ തന്നെ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് മാത്രമായിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്യാം. പുതുതായിട്ട് വന്നിട്ടുള്ള 3 കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ താല്പര്യം എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് ശാഖ വഴി ചലാൻ ഉപയോഗിച്ചുകൊണ്ടോ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. ചലാൻ വഴി ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ബാങ്കിൽ അതായത് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള നിങ്ങളുടെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ചലാൻ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ബാങ്ക് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 24 മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ പ്രൊഫൈലിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വരികയുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ UPI നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം പെട്ടെന്ന് തന്നെ ആ ഒരു റെസിപ്റ്റ് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ വരുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള ഓപ്ഷൻ റീ അറേഞ്ച്മെൻ്റ് ആണ്. നിങ്ങൾക്ക് നിലവിൽ ഒരു ഓപ്ഷൻസ് അലോട്ട്മെൻറ്റ് കിട്ടി, അതായത് ഒരു ഉദാഹരണത്തിന് 5ാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും ആ ഒരു സീറ്റ് നിങ്ങൾക്ക് മതി, ഇനി ഹയർ ഓപ്ഷൻസ് ഒന്നും പരിഗണിക്കപ്പെടേണ്ടതില്ല എങ്കിൽ ആദ്യമായിട്ടാണ് കിട്ടിയതെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റ് ഓപ്ഷൻ അതായത് ഹയർ ഓപ്ഷൻസിനെ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ റിമൂവ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു കിട്ടിയിട്ടുള്ള സീറ്റ് നിങ്ങൾക്ക് നഷ്ടമാകുന്നത് ആയിരിക്കില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് സെക്യൂർ ചെയ്യുന്നത് കൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ആ ഒരു സീറ്റ് നഷ്ടപ്പെടാതിരിക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച് ആ ഒരു സീറ്റ് തന്നെ നിങ്ങൾക്ക് അതായത് 5ാമത്തെ ഓപ്ഷനിലാണ് കിട്ടിയത്, അതിന് മുകളിലുള്ള 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനുകളെ അടുത്ത അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻസ് റിമൂവ് ചെയ്യാതെ അതേപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, അതായത് അതേപോലെ തന്നെ നിലനിർത്താവുന്നതാണ്. ഇനി നിങ്ങൾക്കിതിൽ സ്പെസിഫിക് ഓപ്ഷൻസ് മാത്രമായിട്ടാണ് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്ക് 2ാമത്തെ ഓപ്ഷൻ വേണ്ടെങ്കിൽ അതിനെ മാത്രമായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ എഡിറ്റിങ്ങൾ എത്ര തവണ വേണമെങ്കിലും ഇന്ന് വൈകുന്നേരം 5 മണി വരെ LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള ആ ഒരു സീറ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതായത് ആ ഒരു സീറ്റിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് നിർബന്ധമായിട്ടും റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്തിട്ടില്ല എങ്കിൽ ഉള്ള പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് 5ാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും നിങ്ങൾ ഹയർ ഓപ്ഷൻസ് അതുപോലെ തന്നെ നിലനിർത്തുകയും ചെയ്തു, അതായത് ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റു ഓപ്ഷനുകളാണ്. അപ്പോൾ ആ ഒരു ഹയർ ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് 2ാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് അടുത്ത ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നത് ആയിരിക്കുമെന്നുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആദ്യമായിട്ടാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റും ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിലായിട്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാനോ സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്ഷനുകൾ റിമൂവ് ചെയ്ത് കൊടുക്കണമെങ്കിലോ അതല്ല നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ അതേപോലെ നിലനിർത്തണം എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അതായത് പുതുതായിട്ട് നിങ്ങൾക്ക് മറ്റൊരു കോളേജിൽ അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ആദ്യം കിട്ടിയതും അതുപോലെ ആ ഒരു ഓപ്ഷൻ്റെ താഴെ അതായത് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു
ഓപ്ഷൻസിൻ്റെ താഴെയുള്ള മറ്റ് ഓപ്ഷനുകൾ റിമൂവ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു റിമൂവ് ചെയ്യപ്പെട്ടുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ മാത്രമാണ് നിങ്ങൾക്ക് പുതുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുക. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നത്. തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലും അതുപോലെ സ്പോട്ട് അലോട്ട്മെൻറ്റുകളും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം 5 മണിക്കും ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻ മുഴുവനായിട്ട് റിമൂവ് ചെയ്യുകയോ എല്ലാ സ്പെസിഫിക് ഓപ്ഷനാണ് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഹയർ ഓപ്ഷൻസ് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതും ആണ്. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ് എങ്ങനെയൊക്കെയാണ് ആ ഒരു ഓപ്ഷൻസ് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായിട്ട് തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.